മുതലാളി ഒരു കാര്യം. അതെ, ഈ എറണാകുളത്തേക്ക് നൈറ്റ് പോയിട്ട് പിറ്റേ ദിവസം രാവിലെ ഓടാന്ന് പറഞ്ഞാ മെനക്കടിയാവും. മിസ്റ്റർ അഭയകുമാർ, നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഇത്ര ചെറുപ്പല്ലേ? നിങ്ങൾ ഇത്ര ലേസി ആയിട്ടിരുന്ന കാര്യങ്ങൾ എങ്ങനെ നടക്കുക? നിന്റെ 3 ദിവസത്തെ ഓട്ടം ഒറ്റ ദിവസമാക്കി കുറച്ച് മൂരാച്ചി എന്നല്ലേ ഇപ്പൊ നിന്റെ മനസ്സിൽ? അങ്ങനെ ചിന്തിച്ച ഒരു പുരോഗതി എന്ന് പറഞ്ഞ സാധനം നിനക്ക് ഉണ്ടാവില്ല ടപയാ. ഈ ഓട്ടം നീ മര്യാദയ്ക്ക് ഓടിയ ഈ ഫാക്ടറിയിലെ റെഗുലർ ഓട്ടം പിന്നെ ആർക്കാ? അഭയകുമാറിനാണ്. ഈ നിലയ്ക്ക് റെഗുലർ ആയിട്ട് ഓടിയ ഞാൻ കിടപ്പിലാവും മുതലാളി. അഭയ, നിന്നെ ഞാൻ കാണുന്ന ഒരു മനുഷ്യനായിട്ടല്ല, ഒരു മെഷീനായിട്ടാ. ഈ വണ്ടി പോലെ സ്വിച്ച് ഇട്ട പറക്കണ ഒരു മെഷീൻ. അങ്ങനെയുള്ള വർക്കേഴ്സ് ഉണ്ടെങ്കിൽ ഇതൊക്കെ പച്ച പിടിക്കുള്ളൂ. മനസ്സിലായോ? എന്തുട്രാ ഒരു വഴി പൊക്കോ. ഔ ചാടി ചാടി നിക്കണണ്ട. ആംഗ്രി ബേർഡ്സ് ആണ്, ആംഗ്രി ബേർഡ്സ്. അല്ല സുധാകര? ഒന്നുമില്ല സുധാകര, വെറുതെ വിളിച്ചതാ. പോയി പണി ചെയ്യും. ജോലി നടക്കാം. നേതാവ് ജോസ് മട്ടത്തലിനെതിരായ ലൈംഗിക ആരോപണ കേസിൽ പെൺകുട്ടി കോടതിയിൽ മൊഴി നൽകി. നമുക്ക് പിള്ളേരുണ്ടാവുമ്പോഴേ ന്യൂസ് ചാനൽ കാണിച്ച് വളർത്തുണ്ടാട്ടാ. ചീത്തവും പണ്ടൊക്കെ കാരണസുന്ദരി എന്റെ ട്യൂഷൻ ടീച്ചറൊക്കെ പിള്ളേർ ഒളിച്ച പോയി കണ്ടിരുന്ന. ഇന്നൊക്കെ കംപ്ലീറ്റ് പിള്ളേരും ടി വി ന്യൂസ് ചാനലിന്റെ ഫ്രണ്ടിലല്ലടി. ഒക്കെ സ്ട്രെയിറ്റ് ആയില്ലേ, പച്ചക്കടി കാണിക്കണേ. TRP എന്താന്ന വിചാരം? 100 വയസ്സാ. കാരണസുന്ദരിയുടെ കാര്യം ഇപ്പൊ പറഞ്ഞോളൂ. ഗ്രീനുവാ. ഗ്രീനുവേ, ഓ സൂക്ഷിച്ചു പോന്നാ മതി. കഴിക്കാൻ പോലും നിന്ന് നിർത്തണ്ടട്ടാ. മ്യൂട്ട് ചെയ്തടി. നേരെ ഫാക്ടറിയിലേക്ക് വന്നോളൂ. ഏർലി മോർണിംഗ് ഞാൻ എത്തിക്കോളാട്ടാ. പറഞ്ഞ സമയത്ത് ബോംബെന്ന് പാക്കിംഗ് കേസുകൾ എത്തുന്നായിരുന്നു എനിക്ക് ടെൻഷൻ. അതും ഓക്കെ, ഇപ്പൊ അതും ഓക്കെ. എല്ലാം ശരിയായില്ലേ ജോയ്? പിന്നെ എന്നാത്തിനാ ടെൻഷൻ? അതെന്റെ ക്യാരക്ടറിന്റെ ഭാഗമല്ലടി. നാളെ രാവിലെ ദേവസ്ഥയിൽ ഫസ്റ്റ് ലോഡ് എടുത്തു കഴിഞ്ഞാ ആ ടെൻഷനും കഴിഞ്ഞു. 2 വർഷം കൊണ്ട് 4 കോടിയാണ് ടേൺ ഓവർ. അനുവേ, നീ കാശ് എണ്ണി ഉണ്ടല്ല ചാവും. ജോയ് നോക്കിയേ, നാളെ ഹർത്താല്. ഹർത്താലാ? സൗണ്ട് നോക്കിയേ. RIP നേതാവ് പ്രകാശ് ജെയിനെയും ADB നേതാവ് സഞ്ജയനെയും ഇന്ത്യ ടെക് അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് നാളെ രാജ്യവ്യാപകമായി ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. RIPയും ADBയും കൂടാതെ നാളെ രാവിലെ ലോഡ് എടുക്കണ്ടാണല്ലോ. സമാധാനിക്ക് ജോയ്, ഹർത്താലെന്ന് പറഞ്ഞ എന്തായാലും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടില്ലേ? നിന്റെ അപ്പനാണോ ദേവസ്വം പ്രസിഡന്റ്? ചോദിക്കുമ്പോ പിന്നെടുത്തേരെ അഴിമതിയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. NCBTVയുടെ ഓഫീസ് RIP പ്രവർത്തകർ തകർത്തു. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നീ പറയേ. ദേവസ്വം പ്രസിഡന്റ് ആണെങ്കിൽ നാളെ എടുത്തില്ല. ഞാനൊന്ന് ഫാക്ടറിയിൽ പോയാലോ? ജോയ്, ഈ സമയത്ത് ഫാക്ടറി പോയിട്ട് എന്നാ ചെയ്യാനാ? ഇവിടെ 1.5 വർഷത്തെ എന്റെ ശ്രമ, അധ്വാന, വേർപ്പാ, ഇതൊന്നും പറഞ്ഞ് നിനക്ക് മനസ്സിലാവില്ല. അനുഭവിക്കാൻ യോഗം വേണടി, യോഗം. വണ്ടിയുടെ താക്കൂലൊക്കെ ഇതിനകത്ത് കൊണ്ട് വെച്ചേക്കണേ. എവിടെ? എന്നാലും നമ്മുടെ അടുത്തത് വേണ്ടായിരുന്നിട്ടാ.